അപ്പം നമുക്ക് ഇനി ഈ പോർഷൻസിലുള്ള പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പം ഇൻ്റഗ്രമെൻ്ററി സിസ്റ്റത്തിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എന്തായിരിക്കും, ഈ ഒരു സ്ട്രക്ചർ 5 മാർക്കിന് ചോദിക്കുക എന്നുള്ളതായിരിക്കും. ഓക്കെ, ഡിസ്ക്രൈബ് ദി സ്ട്രക്ചർ ഓഫ് ദ സ്കിൻ ഓഫ് പീജിയൻ അല്ലെങ്കിൽ ഇൻ്റഗ്രമെൻറ്റ് ഓഫ് പീജിയൻ. അപ്പം അതിൽ നമ്മൾ 5 മാർക്കിന് അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോമിനൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു ഫിഗർ ആയിരിക്കണം. ഈ ഫിഗർ നിർബന്ധമായിട്ടുണ്ടാവണം. ഓക്കെ, ആ ഫിഗറിനായിരിക്കും മോസ്റ്റ്ലി 2 അല്ലെങ്കിൽ 2.5 മാർക്ക് എന്ന് പറയുന്നത്. ഇനി ഈ ഫിഗർ അതിലുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫെദേഴ്സിനെ കുറിച്ച് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഇതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഓക്കെ, 5 മാർക്കിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഫിഗർ നിർബന്ധമായിട്ടും ഉണ്ടാവണം എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? അതിൽ എപ്പിഡെർമിസിൻ്റെ സബ് ഡിവിഷൻസ് പറയണം, ഡെർമിസിൻ്റെ കമ്പോണൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്യണം, അതുപോലെ ഫെദറിനെ കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവണം. ഓക്കെ, അപ്പം ഇതാണ് ഇൻ്റഗ്രമെൻ്റ് എന്നുള്ളത് ഒരു 5 മാർക്കിന് ചോദിച്ചാലുള്ള ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നൗ അടുത്ത ഒരു 2 മാർക്കിന് ചോദിക്കുന്ന സാധനമാണ് പ്രീൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, 2 മാർക്കിനാണ്. 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട് ഈസ് മീൻ ബൈ പ്രീൻ ഗ്ലാൻഡ് ഓർ യൂറോപൈജിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പം കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഓക്കെ, യൂറോപൈജിയൽ ഗ്ലാൻഡ് ഈ 2 പോയിന്റ് ആണ് ഇതിൻ്റെ 2 മാർക്കിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. യൂറോപൈജിയൽ ഗ്ലാൻഡ് ഈസ് ലൊക്കേറ്റഡ് ഡോർസലി അറ്റ് ദി ബേസ് ഓഫ് ദ ടെയിൽ. സെക്രീഷൻ ഈസ് യൂസ്ഡ് ടു സ്മിയർ ദ ബീക്ക് ആൻഡ് ഫെദേഴ്സ് ടു മേക്ക് ദം വാട്ടർ പ്രൂഫ് ആൻഡ് ഷൈനിങ്. ഇത്രയേ കൊണ്ടുള്ളൂ. ഓക്കെ, പറ്റുമെങ്കിൽ ഈ അപ്പോൾ ഇത് പോർഷൻസ് വരച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും. ഇത് ടെയിൽ റീജിയൻ അറ്റാച്ച് ചെയ്യുന്ന ഫെദർ അറ്റാച്ച് ചെയ്യുന്ന പോയിന്റാണ്. ഇതാണ് യൂറോപൈജിയൽ ഗ്ലാൻഡ് എന്ന് മാർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ, ഗുഡ്. മാർക്ക് നഷ്ടപ്പെടുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അത് ഇല്ലെങ്കിലും നമുക്ക് മാർക്ക് കിട്ടും, ഇത് പെർഫെക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ. 2 മാർക്കിൻ്റെ ചോദ്യമാണ് അത്, യൂറോപൈജിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നൗ എക്സോസ്കെലറ്റൻ കമ്പോണൻസ് ഓഫ്, വളരെ വളരെ ചാൻസ് കുറവാണ് ചോദിക്കാൻ, എന്നാലും നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവണം. വാട്ട് ആർ ദ എക്സോസ്കെലറ്റൻ കമ്പോണൻസ് ഓഫ് ബേർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം എന്തൊക്കെയോ ചെറിയ 4 പേരുകൾ മതി. ഒന്ന് ഹോണി, ക്ലൗസ്, ബീക്സ്, സ്പേഴ്സ്, വെബ്, സ്കെയിൽസ് ആൻഡ് ഫെദേഴ്സ്. ഓക്കെ, കൃത്യമായിട്ട് അതുണ്ടാവുക. 6 കൃത്യമായിട്ടുണ്ടാവുക. അതാണ് എക്സോസ്കെലറ്റൽ കമ്പോണൻറ്റ് ഓഫ് ദി ബേർഡ്സ് എന്ന് പറയുന്നത്. അതും 2 മാർക്കിന് വളരെ കുറവാണ് ചാൻസ്, എന്നാലും 2 മാർക്കിന് ചോദിക്കാനുള്ള ഒരു ചോയ്സ് ഉണ്ട്. നൗ ഇതിൽ സ്കെയിൽസിനെ കുറിച്ചും കാര്യങ്ങളൊന്നും അങ്ങനെ ഡിസ്ക്രൈബ് ആയിട്ട് വേണ്ട. നൗ സ്ട്രക്ചർ ആൻഡ് ടൈപ്സ് ഓഫ് ഫെദേഴ്സ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇതിൽ 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ത്, പ്ലൂമേജ് എന്ന് പറയുന്നത്. വളരെ ഷോർട്ടായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, ഒറ്റ സെൻറ്റൻസിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. 2 മാർക്കേ വേണ്ടുള്ളൂ എന്നാണ് പ്ലൂമേജ്. ഓക്കെ, അടുത്ത 2 മാർക്കിന് ചോദിക്കുന്നതാണ് എന്ത്, ടെറിലോസിസ്. ഓക്കെ, 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് ടെറിലോസിസ്. ഓക്കെ, അറേഞ്ച്മെന്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. മറ്റേതെന്താണ്, ബോഡി കവേർഡ് ബൈ ഫെദേഴ്സ് ഇൻ ബേർഡ്സ് ഈസ് നോൺ ആസ് ദി പ്ലൂമേജ്. അല്ലെ, ടെറിലോസിസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ മെൻഷൻ ചെയ്യണം. എന്താണ്, റാറ്റിറ്റയുടെ കേസിൽ ടെറിലോസിസ് എന്ന് പറയുന്നത് യൂണിഫോം ആണെന്ന് മെൻഷൻ, മറ്റിടത്ത് ഒറ്റ സെന്റൻസ് കഴിയേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ടെറിലോസിസിനെ കുറിച്ച് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഇതാണ് ഒന്നാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത്. റാറ്റിറ്റേറ്റിൽ അത് ടെറിലോസിസ് യൂണിഫോം ആണെന്നും, അതുപോലെ തന്നെ കാരോനേറ്റിൽ അത് നോൺ യൂണിഫോം ആണ്, അൺഈവൻ ആണെന്ന് പറയണം. അതിൻ്റെ കൂടെ തന്നെ ഓരോ ടെറിലെ റീജിയനുണ്ട്, എന്താണ് അത് ഒരു ആപ്റ്റെറിയ, അല്ലെ, ആപ്റ്റെറിയ പോർഷൻസ് വെച്ചിട്ട് ഡിമാർക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. എന്നാൽ മാത്രമേ ആ 2 മാർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പം ടെറിലോസിസ് എന്നുള്ളത് 2 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അതേപോലെ 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ്, വാട്ട് ആർ ദ നെയിം എനി 4 പ്രിൻസിപ്പൽസ് ടെറിലെ ഫൗണ്ട് ഇൻ പീജിയൻ. നെയിം എനി 4 എന്ന് ചോദിക്കും, അല്ലെങ്കിൽ നെയിം ടെറിലെ ഫൗണ്ട് ഇൻ പീജിയൻ എന്ന് ചോദിക്കും. അപ്പം ഈ പേരുകൾ കൃത്യമായിട്ട് ഓർമ്മ, മിനിമം 4 എണ്ണെങ്കിലും നിങ്ങൾ എഴുതിയിരിക്കുക എന്നുള്ളതാണ് 2 മാർക്കിന് ചോദിച്ചാലുള്ള പോയിന്റ്. ഓക്കെ, 2 മാർക്കിന്. അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറിഡിസെൻസ്. ഓക്കെ, ഇത് വളരെ റെയർ ആയിട്ട് ചോദിക്കുള്ളൂ, ചാൻസ് വളരെ കുറവാണ് എന്താണ് എന്നുള്ളത്. നൗ
5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണെന്ത്? 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് സ്ട്രക്ചർ ഓഫ് ടിപ്പിക്കൽ ഫെദർ ഇൻ PGN. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ തവണ ചോദിച്ചാലും ഈ തവണ ചോദിക്കുമെന്ന് പറയുന്നത് പോലെ ചോദിക്കുന്നതാണ്. പക്ഷേ എനിവേ ക്വസ്റ്റ്യൻ ചോദിക്കണോ വേണ്ടത് എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുടെ ഒരു മനസ്ഥിതി പോലെയാണ്. പക്ഷേ സ്റ്റിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ഏരിയ, ദറ്റ് ഈസ് സ്ട്രക്ചർ ഓഫ് എ ടിപ്പിക്കൽ ഫെദർ. സ്ട്രക്ചർ ഓഫ് എ ടിപ്പിക്കൽ ഫെദറിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കേട്ടോ. അങ്ങനെ പലരും മെൻഷൻ ചെയ്തിട്ട് കാണും, അതിൻ്റെ ആവശ്യമേ ഇല്ല. അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. ഇനി ഇത് 3 വരക്കണ്ട, ഇതിൽ ഏതെങ്കിലും 1 വരച്ചാൽ മതി. ഓക്കെ, ഒന്നുകിൽ കോണ്ടൂർ അല്ലെങ്കിൽ റെക്ട്രീസസ് അല്ലെങ്കിൽ റെമിജസ്, ഇതിൽ ഏതെങ്കിലും 1 വരച്ചാൽ മതി. ഓക്കെ, ഇപ്പം സ്ട്രക്ചർ വരക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം അതിലെ ഫെദറിനായിരിക്കും 1.5, ആ ഡ്രോയിങ്ങിനായിരിക്കും 1.5 മാർക്ക് എന്ന് പറയുന്നത്. അതിൽ ഇൻഡിവിജ്വൽ കമ്പോണൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതായിരിക്കും 3.5 മാർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ ടിപ്പിക്കൽ ഫെദറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിലുള്ള എല്ലാ കമ്പോണൻറ്റ്, ഇപ്പോൾ ടിപ്പിക്കൽ ഫെദർ നിങ്ങൾ പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും എല്ലാം പഠിക്കും. അപ്പോൾ എല്ലാ കമ്പോണൻറ്റും ഏതെങ്കിലും കമ്പോണൻസ് 2 മാർക്കിന് ചോദിക്കാം, അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്താൽ മതി. അത് 2 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ ഫെദർ ഒരു റാൻഡം ഡ്രോയിങ് വരച്ചിട്ട് അതിൽ ലേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഈവൻ ദോ യുവർ ഡിസ്ക്രിപ്ഷൻ ഈസ് കമ്പാരറ്റീവ്ലി വെരി പുവർ, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്, അത് എന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് മാർക്ക് കിട്ടും. അപ്പം നിങ്ങൾ റൈറ്റിംഗ് പാർട്ട് വളരെ വീക്ക് ആണെങ്കിലും നിങ്ങൾ ഡ്രോയിങ് കൃത്യമായിട്ടത് ചെയ്യുക. 2 മാർക്കിനാണെങ്കിലും ഡ്രോ ചെയ്ത് കാണിക്കുക. അടുത്ത 2 മാർക്കിന് അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇതിൽ ഏത് കമ്പോണൻറ്റും 2 മാർക്കിന് ചോദിക്കുമെന്ന് പറഞ്ഞു. അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്കാണ് ഈ ആഫ്റ്റർ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഹൈപ്പോറാക്സിസ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഹൈപ്പോറാക്സിസ് കൃത്യമായിട്ട് പറയണം. സുപ്പീരിയർ അംബലിക്കസിനെ കവർ ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് കാണുന്ന ബാബ്സിന് പറയുന്ന പേരാണ് ആഫ്റ്റർ ഷാഫ്റ്റ് എന്ന് പറയും. ദേ ആർ ഫൗണ്ട് അറ്റ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ റാച്ചിസ് ആൻഡ് കലാമസ് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ആൻഡ് ആഫ്റ്റർ ഷാഫ്റ്റ് ഈസ് ത്രൂ ഔട്ട് ദ ഫെദർ വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ഇവിടെ ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ്. ഫ്ലൈയിങ് ബേർഡ്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ജംഗ്ഷനിലേ കാണുള്ളൂ. ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് ത്രൂ ഔട്ട്. അപ്പോൾ കാസോവറി, മെമ്മും അതുതന്നെ ഡൈനോൺഡ്രൂസ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് അത് മെൻഷൻ ചെയ്യണം. ഇനി 2 മാർക്കിന് ചോദിക്കും സ്ട്രക്ചർ ഓഫ് വെയിൻ. ഓക്കെ, അത് 2 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. സ്ട്രക്ചർ ഓഫ് വെയിൻ എന്ന് പറയുമ്പോൾ 2 മാർക്കിന് ചോദിക്കും. നിങ്ങൾ എന്തൊക്കെ മെൻഷൻ ചെയ്യുക, അതിൽ ബാർബ് ഉണ്ടാവണം, പ്രോക്സിമൽ ബാർബ്യൂൾ ഉണ്ടാവണം, ഡിസ്റ്റൽ ബാർബ്യൂൾ ഉണ്ടാവണം. പ്രോക്സിമൽ ബാർബ്യൂളിൻ്റെ ഫ്ലേഞ്ച് അല്ലെങ്കിൽ ഗ്രൂവ് ഉണ്ടാവണം. ഡിസ്റ്റൽ ബാർബ്യൂളിൻ്റെ ഹുക്ലെറ്റ്സ് ഓർ ബാർബിക്കിൾസ് ഉണ്ടാവണം. ഈ ടേംസ് കൃത്യമായിട്ട് അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം റാച്ചിസ് എന്നുള്ളൊരു ചോദ്യം വരാം, എന്തും വരാം. പക്ഷേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് വെയിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 മാർക്കിന് ചോദിക്കുന്നത്. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യനെ ഈ ഫെദർ ഉണ്ടാവുള്ളൂ കേട്ടോ. മോസ്റ്റ്ലി അത് ടിപ്പിക്കൽ ഫെദർ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും 2 മാർക്കിൻ്റെ ഒരു ചോദ്യം ഉണ്ടാവും. ഏതോ ഒരു ചോദ്യം ഉണ്ടാവുള്ളൂ, എല്ലാം ഉണ്ടാവില്ല എന്നുള്ളത് ശ്രദ്ധിക്കാം. വെയിൻ്റെ സ്ട്രക്ചർ ചോദിക്കും. നൗ അടുത്തെന്താണ്, ടൈപ്സ് ഓഫ് ഫെദർ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെദേഴ്സ് എന്നുള്ളത് ചോദിക്കും. നെയിം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെദർ ഇൻ പ്രസൻറ്റ് ഇൻ PGN എന്നുള്ളത് ചോദിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ പേരുകളും പറയണം. ഒന്ന് ക്വിൽ ഓർ ഫ്ലൈറ്റ് ഫെദേഴ്സ് ആണ്, അടുത്ത കോണ്ടൂർ ആണ്, അത് ഫിലോപ്ലിയൂംസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡൗൺ ഉണ്ട് അല്ലേ, ഡൗൺ ഫെദർ. ഫിലോപ്ലിയൂംസ് എന്ന് പറയുന്നത് കാണാൻ വളരെ ചാൻസ് കുറവാണ് എന്നുള്ളത് പറയാം. എന്നിട്ട് ക്വിൽ ഓർ ഫ്ലൈറ്റ് ഫെദേഴ്സിനെ ഫർദറായിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നും, റെമിജസ്, റെട്രിസസ്, കവേർഡ്സ് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. റെമിജസ് എന്ന് പറയുന്നത് വിങ്ങിലുള്ളതും, റെട്രിസസ് എന്ന് പറയുന്നത് ടെയിലുള്ളതും, കവേർഡ്സ് എന്ന് പറയുന്നത് ഈ രണ്ടിലും ഗ്യാപ്പ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതുമാണെന്നുള്ളത് മെൻഷൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് 2 മാർക്ക് കിട്ടുക. എന്താണ് ടൈപ്സ് ഓഫ് ഫെദർ, നെയിം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെദേഴ്സ് എന്നുള്ളതായിരിക്കും ചോദ്യം 2 മാർക്കിന്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടെല്ലാം ഉണ്ടാവണേ. ഇനി ഇതേ കാര്യങ്ങളൊക്കെ തന്നെ 2 മാർക്കിന് ചോദിക്കും. നമ്മൾ എസ്സേക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ പഠിക്കുമല്ലോ. അപ്പം നമ്മൾ അതിൻ്റെ പോയിന്റിൽ 2 മാർക്കിനും ഇത് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇപ്പം ഇൻഡിവിജ്വൽ ആയിട്ട് റെമിജസിൻ്റെ
നമ്പർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കും, റെക്ട്രിസസിൻ്റെ നമ്പർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കും. എല്ലാം 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, അതൊക്കെ ചാൻസ് വളരെ കുറവാണ്. സ്റ്റിൽ ദർ ഈസ്. അപ്പോൾ കവേർഡ്സ് അതിനെക്കുറിച്ച് 2 മാർക്കിന് ചോദിക്കും. ഓക്കെ, ചോദ്യത്തിന് ഇഷ്ടംപോലെ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളിത് എസ്സേ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് എല്ലാം പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിക്കണം. എസ്സേ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് ഇതിൽ പോസിബിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം എസ്സേ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെദേഴ്സ് പ്രസൻറ്റ് ഇൻ പീജിയൻ, ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് എസ്സേ ക്വസ്റ്റ്യൻ വരും. അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ഓഫ് ടിപ്പിക്കൽ ഫെദർ എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിൻ്റെ ചോദ്യം വരും. പിന്നെ കുറേ 2 മാർക്കിൻ്റെ ചോദ്യം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. റാൻഡം ആയിട്ട് ഏതും വരാനും പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കുക. അതൊക്കെയാണ് ഇതിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്ന റീജിയൻസ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്.